ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. ഞാനിപ്പോൾ മാമൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടുത്തെ എൻ്റെ ഒരു ദിവസം അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നതും വീഡിയോ എടുക്കാൻ മറന്നു പോകാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർക്കാറ്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ടൈം ഒരു 9:40 ആയിട്ടുണ്ട്, ഒരു 10 മണി അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. വീട്ടിൽ വന്നതിന് ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പല്ലൊക്കെ തേച്ച് വല്ലതും കഴിക്കണം. ഇതാണ് ചെയ്യാൻ പോണത്. പല്ല് തേച്ചിട്ടൊക്കെ വരാവേ. സമയം ഇപ്പോൾ ഒരു 10 മണി ആവാറായിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ഈ ടൈമിലൊക്കെ എഴുന്നേക്കാറ്. പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടൊന്നും ചെയ്യാനില്ല ഗൈസ്. ഞാനിങ്ങനെ കിടന്ന് ഉറക്കം, ഫോൺ നോക്കൽ, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പം ഇന്ന് അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വീഡിയോ ഒക്കെ എടുക്കില്ല, അപ്പം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടേ. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. ലീവിന് വരുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നതിൽ അധികവും മാമൻ്റെ വീട്ടിലും കുഞ്ഞാടെ വീട്ടിലൊക്കെ ആയിരിക്കും നിൽക്കുന്നതാണ് പതിവ്. ഞാൻ എന്നെ കുറിച്ച് പറയാം. എൻ്റെ വീട്ടില് ഞാൻ, എൻ്റെ ചേട്ടൻ, അമ്മാമ്മ, ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മാമൻ്റെ വീടുണ്ട്. അവിടെ മാമൻ്റെ 2 മക്കള്, ഇത്രയും പേരാണ് ഉള്ളത്. അപ്പം ഞാൻ എപ്പോൾ വീട്ടിൽ വന്നാലും ഈ പിള്ളേർ എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ അവിടെ ആയിരിക്കും. കാരണം ഞാൻ അവിടെ ചെല്ലുന്ന ടൈമിൽ അവരെൻ്റെ അടുത്തായിരിക്കും. ഞാൻ എൻ്റെ മുമ്പത്തെ വീട്ടിലേക്ക് കണ്ടിട്ടില്ല, 2 വീഡിയോ ഇട്ടതിലും അവരുണ്ട്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നതിന് കഴിയും എൻ്റെ വേറെ ഈ മാമൻ്റെ വീട്ടിലും കുഞ്ഞാടെ വീട്ടിലൊക്കെ ആയിരിക്കും ഞാൻ വന്ന് നിൽക്കാറ്. പല ലീവിന് വരുമ്പോഴും ഞാൻ കുറച്ച് നാളെ എൻ്റെ വീട്ടിൽ നിൽക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല, അതിന് മനസ്സിലാവും ഞാൻ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. ആന്ധ്രയിലാണ് ഞാൻ പഠിക്കുന്നത്, കേരളത്തിലല്ല. അപ്പം ഞങ്ങൾക്ക് ലീവാണ്. ഇനി മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ കയറിയാൽ മതി തിരിച്ച്. അത് മാത്രമല്ല, ലീവിന് വന്നിട്ട് നല്ല രീതിയിലൊന്ന് എന്താ പറയുക, വീട്ടിലെന്തിനാ വരുന്നത്, നമ്മളൊന്ന് സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് ഒന്ന് എൻജോയ് ചെയ്യാനല്ലേ വരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല. കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പ് ടൈം ടേബിൾ വന്നു. അപ്പോഴത്തേക്കും ജൂണിലാണ് എക്സാം. അപ്പം ജൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ എക്സാം തുടങ്ങിയിട്ടാണ്. ഒരു 12 ആ തീയതിയിലാണ് ഞങ്ങൾക്ക് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ടിപ്പോൾ നല്ല രീതിയിലൊന്നും പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ നല്ല രീതിയിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എക്സാമിന്റെ കാര്യം ഓർക്കുന്ന ബുക്കൊക്കെ കൊണ്ടുവന്ന് വെറുതെ വെച്ചേക്കുവാണ്. ഇനി പയ്യെ എടുത്ത് തുറന്നൊക്കെ നോക്കണം, ചുമ്മാ വായിച്ചൊക്കെ നോക്കണം. ഒന്നും പഠിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ ഒന്നും പഠിക്കുന്നില്ല. ഈ എക്സാം ടൈമിൽ നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഭയങ്കര ശോകമാണ്. കാരണം അവിടെ നിന്നാലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കത്തുള്ളൂ. നമ്മൾ വീട്ടിൽ വരുന്നത് എന്തിനാ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ, സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ വീട്ടിലോട്ട് വരുന്നത്, ലീവിനെ വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴും എക്സാമിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു ടാസ്ക് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി എന്തായാലും പല്ല് തേച്ചിട്ട് കാണാം. ഇത് രണ്ടുമാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മാത്രമല്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പഴങ്കഞ്ഞിയും കൂടെ കഴിച്ചു. ഗൈസ്, ഞാൻ വീട്ടിൽ വന്നതിൻ്റെ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് എന്താ പറയുക, അവിടെ ഒന്നും കഴിക്കാൻ കിട്ടാറില്ലേ, നീ എന്താ ഒന്നും കഴിക്കാറില്ലേ, ഇതിങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ അറിയാവുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഇനി മേലെ എന്നോട് ഇമാതിരി ചോദ്യം ചോദിക്കരുത്. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് അടിക്കും. പക്ഷേ അതൊന്നും എന്താ പറയുക, ശരീരത്ത് കാണത്തില്ല. അപ്പം രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് മാമി എന്താ കൂരവ് പൊടി കുറുക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു മുട്ടയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഴങ്കഞ്ഞിയുണ്ട്. പഴങ്കഞ്ഞിയാണ് മിക്ക ദിവസങ്ങളും രാവിലെ ഞാൻ കഴിക്കാറ്. അതൊക്കെയുണ്ട്. അതൊക്കെ ഇനി കഴിച്ചിട്ട് കഴിക്കുന്നതൊക്കെ കാണിക്കാവേ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ചൂടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് കഴിച്ചിട്ടൊക്കെ വരാവേ. നമ്മൾ ഞാൻ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ ഗൈസ്. പക്ഷേ കഴിക്കുന്നതൊന്നും എൻ്റെ ശരീരത്തിൽ പിടിക്കാറില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഗൈസ് പഴഞ്ചോറ് കഴിക്കാൻ പോവുകയാണ്. ചട്ടിയിലാണ് ഗൈസ് കഴിക്കുന്നത്. പഞ്ചേറിയുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്. പിന്നെ ഈ ചട്ടി ഇന്നലെ വെച്ച വിഴുക്കുരുട്ടിയുടെ ചട്ടിയാണ്. ഇന്നലെ അല്ല, ഇന്ന് രാവിലെ വെച്ചതാണ് ഗൈസ്. വെണ്ടയ്ക്ക് വിഴുക്കുരുട്ടി, അതിൻ്റെ ചട്ടിയാണ്. ആ ചട്ടിയിലാണ് ഞാൻ കഴിക്കുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് കൊഞ്ച്. ചോറ് മാത്രമേ പഴയതുള്ളൂ ഗൈസ്. കറിയൊക്കെ ഇന്ന് വെച്ചത് തന്നെയാണ്. കഴിച്ചിട്ട് കാണാം. കഴിച്ചിട്ട് ഇനി പരിപാടി എന്താണെന്ന് വെച്ചാൽ മാമിമാരെ സഹായിക്കണം, മാമീനെയും കുഞ്ഞിനെയും സഹായിക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. ഇതെനിക്ക് കൊഞ്ചിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്.
കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് സാമ്പാറിന് വേണ്ടിയുള്ള മലക്കറി സെറ്റാക്കുവാണ്. അപ്പം അരിഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാനാണ്. ഇതിന്റെ പാതി മതിയോ? ഗൈസ് ഇന്ന് ഞങ്ങളിവിടെ കൊഞ്ചേറി വെച്ച്, പക്ഷെ അത് മാത്രമായിട്ട് രാത്രി വരെ പിടിച്ചിരിക്കാൻ പാടാം. അതുകൊണ്ട് സൈഡായിട്ട് സാമ്പാറും കൂടെ വെക്കും. പിന്നെന്താ തോരനും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഞാനിത് മാത്രമേ ചെയ്യത്തുള്ളൂ, ഈ അരിയുന്ന പരിപാടി മാത്രം. മാമിയൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അവരൊന്നും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കർശനമായിട്ട് എന്നെ ബ്ലോക്കാക്കി വെച്ചേക്കും. അതുകൊണ്ട് ഞാൻ അവരൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഇത് പകുതി പോരെ? ഞാൻ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ എടുത്ത് മാറ്റുവാണ്. ഇനി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്യണം. ഇനി എന്ത് വേണ്ടേ? കേസ് ഇതാണ് സാമ്പാറിന് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിനി തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കണം. അതുകൊണ്ട് എന്റെ പരിപാടി കഴിയും. ഡെയിൻമൈ ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു ദിവസം ഒന്നും ചെയ്യുന്നില്ല. എന്താ ഉറക്കം, എന്തെങ്കിലും ഫോണിൽ കളിക്കില്ല, അതൊക്കെ തന്നെയാണ്. എന്തെങ്കിലും മൂവി ഉണ്ടെങ്കിൽ അത് കാണും. ഇതൊക്കെ തന്നെ എന്റെ പരിപാടി. രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കഴിച്ച് പിന്നെ മാമീനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അരിഞ്ഞും കിളക്കി കൊടുത്ത്. പിന്നെ ഇവിടെ പിള്ളേരുണ്ട്. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാം. അപ്പൊ അവരെയൊക്കെ കളിപ്പിച്ച് ഇതൊക്കെ തന്നെ എന്റെ പരിപാടി. ഇതിലിപ്പം നടക്കാത്തത് പഠിത്തം മാത്രമേ ഉള്ളൂ. പഠിത്തം മാത്രം നടക്കുന്നില്ല. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് അലക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ അലക്കണം. ഇതിനിപ്പോൾ എന്തായാലും മാമി സെറ്റാക്കിക്കോളും കറി. ഹായ്, ഞാൻ ഉച്ചയ്ക്കത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. ഇപ്പം വൈകിട്ടായിട്ടുണ്ട്. കുറച്ച് ചായ ഇടാന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലീവിന് വന്നാണ് ഈ ചായയൊക്കെ കുടിക്കാൻ തുടങ്ങിയത്. ഞാൻ അതിന് മുന്നേ വരെ ഈ വീട്ടിൽ ചായ ഒന്നും അങ്ങനെ കുടിക്കത്തില്ല. കട്ടൻ ചായ കാപ്പിയൊക്കെയാണ് ഞാൻ പൊതുവേ കുടിക്കാറ്. കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. താളിയൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചു. ഗൈസ്, ഞാനിന്ന് ഉച്ചയ്ക്ക് ഇവിടെ എന്തൊക്കെയാ കറികൾ വെച്ചതെന്നൊന്നും കാണിച്ചിട്ടില്ലായിരുന്നില്ല. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ വീട്ടിൽ വെച്ച കറികളൊക്കെ കാണിച്ചു തരാവേ. ക്യാരറ്റും ക്യാബേജും കൂടെ മിക്സ് ചെയ്ത് തോരൻ വെച്ചതാണിത്. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. അവരെ കാണിച്ച കൊഞ്ചേറി തീര റൈ ഗൈസ്. ഞാൻ റീലുണ്ടായിരുന്നു ഗൈസ്. കഞ്ഞിവെള്ളം ഉലുവപ്പൊടിയൊക്കെ ഇട്ട് മുടിയിൽ സെറ്റ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ താരനൊക്കെ പോകുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലൊക്കെ നിന്ന് അത്യാവശ്യം നല്ല താരനും മുടി വെച്ചിലൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. നാളെ തൊട്ട് അതൊന്ന് നോക്കണം. നാളെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയല്ല തേക്കുന്നത്, ഇതിനെ അരിച്ചെടുക്കും. അങ്ങനെ ഗൈസ്, ഞാൻ എന്തായാലും ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് സാധനം. എനിക്കായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കുറച്ചേ ഉള്ളൂ ഗൈസ്. താരന് മുടി വെച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടുത്തെ വെള്ളം നല്ല തീനാണ്. അപ്പം നാട്ടിൽ വരുമ്പോൾ ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ ചെയ്താൽ നമ്മൾ പിടിച്ച് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇത് 5-10 മിനിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ മുഖത്ത് എന്ത് ഇടുന്നതിന് മുന്നേ കറ്റാർവാഴയും പഞ്ചസാരയും കൂടെ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകി കളഞ്ഞിട്ട് വേണം ആ ഇടുന്ന പാക്ക് ഇടാനെന്ന്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വിചാരിക്കും ഡെയിലി ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ മടിയാണ്. പിറ്റേ ദിവസം മടിക്കും ഗൈസ്. അതിൽ ഇത് ഞാൻ ചെയ്യത്തില്ലായിരുന്നു. വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ തേച്ച് കൊടുക്കണം ഗൈസ്. പക്ഷേ ഇതൊരു നമ്മളിപ്പോൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ തടിപ്പിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വെളുക്കൊന്നുമല്ല. പക്ഷേ നമ്മുടെ മുഖം നല്ല രീതിയിൽ ക്ലീൻ ആവും. കാരണം ഞാൻ കഴിഞ്ഞ ലീവ് വന്നപ്പോഴാണ് ഇപ്പോഴും ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മുഖത്ത് ഒരുപാട് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള നല്ല രീതിയിൽ ക്ലീൻ ആവും. അല്ലാണ്ട് വെളുക്കൊന്നും ഞാൻ പറയത്തില്ല. നല്ല രീതിയിൽ വൃത്തിയാവും മുഖമൊന്നും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്ലീൻ ആവാനൊക്കെ ആയാലും ഇത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കാപ്പിപ്പൊടിയും പഞ്ചസാരയും. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റായി കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ ഗൈസ്, ഞാനൊരു കുളിയൊക്കെ പാസ്സായി സെറ്റായിട്ടുണ്ട്. കുളിച്ച് വന്നുടനെ ചായ കുടിക്കാന്ന്. ചായ നേരത്തെ ഇട്ടതാണ്. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഡെയിൻമൈ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടൊന്നും ഇല്ല വീഡിയോയിൽ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുടെ നാളെ വരാം. ബൈ.